അടുത്തതായി എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ ദ ഋഗ്വേദ. The Rig Samhita consists of a collection of 1028 hymns, Suktani, containing a little over 10,000 verses, Ruchaha, which are skillfully composed in praise of the ritual deities like Agni, Soma, Marut, Indra, Varuna, etc. അതായത് ഋഗ്വേദ സംഹിതയിൽ 1028 സൂക്തങ്ങളുണ്ട്. അതുപോലെ 10,000-ലധികം ഋക്കുകൾ ഉണ്ട് എന്ന് പറയുന്നു. ഇവയെല്ലാം അഗ്നി, സോമൻ, മരുത്ത്, ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ദേവതകളെ സ്തുതിച്ചും കൊണ്ട് ഉള്ളവയാണ്. It further contains a few marriage, philosophical and funeral hymns as well as some magic songs and secular hymns. അതായത് സെക്യുലറായിട്ടുള്ള ചില സൂക്തങ്ങളുണ്ട് ഈ ഋഗ്വേദത്തിൽ. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ദേവതകളെ സ്തുതിക്കുന്ന സൂക്തങ്ങളുണ്ടെന്ന് പറഞ്ഞു. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ വിവാഹ വേളയിൽ ചൊല്ലുന്ന മന്ത്രങ്ങൾ, അതുപോലെ ഫ്യൂണറൽ ഹിംസ് എന്ന് പറഞ്ഞാൽ മരണശേഷം ചൊല്ലുന്ന സൂക്തങ്ങൾ, പിന്നെ ചില മാജിക് സോങ്സ്, ചില ഫിലോസഫിക്കൽ സോങ്സ്, ഇതൊക്കെ ഋഗ്വേദത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഋഗ്വേദ സംഹിതയിൽ ദ ഓതർഷിപ്പ് ഓഫ് ദ വാരിയസ് ഹിംസ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു ദ ഗ്രേറ്റ് സിയേഴ്സ് മന്ത്രദ്രഷ്ടാരഃ ലൈക്ക് ഗൃത്സമദ, വിശ്വാമിത്ര, വാമദേവ, അത്രി, ഭരദ്വാജ ആൻഡ് വസിഷ്ഠ ഹൂ ആർ മെൻഷൻഡ് ഇൻ ദം. അതായത് ഓരോ സൂക്തങ്ങൾക്കൊക്കെ മന്ത്രദ്രഷ്ടാക്കളുണ്ട്. അതായത് ഋഷിമാർ ഗൃത്സമദൻ, വിശ്വാമിത്രൻ, വാമദേവൻ, അത്രി, ഭരദ്വാജൻ, വസിഷ്ഠൻ തുടങ്ങിയ ഋഷിമാർ കണ്ടെത്തിയ മന്ത്രങ്ങളാണ് ഇവ എന്നാണ് പറയുന്നത്. അതായത് അവരെഴുതിയതല്ല, അവരുടെ തപസ്സിൽ, അവരുടെ ധ്യാനത്തിൽ തെളിഞ്ഞ് കാണപ്പെട്ടതാണ് ഈ സൂക്തങ്ങൾ. അതുകൊണ്ട് ഈ മന്ത്രദ്രഷ്ടാരഹ എന്ന് ഈ ഋഷികളെ വിളിക്കുന്നു. അപ്പോൾ ഓരോ സൂക്തങ്ങളും ഓരോ ഋഷിയുടെ പേരിലായിരിക്കും ഉള്ളത്. The Rig Samhita is divided into 10 sections called mandalas. ഋഗ്വേദ സംഹിതയെ 2 രീതിയിൽ വിഭജിക്കുന്നുണ്ട്. ഒന്നാമത്തേത് മണ്ഡലം എന്ന രീതിയിൽ, രണ്ടാമത്തേത് അഷ്ടകം എന്ന രീതിയിൽ. ഒന്നാമത്തെ രീതി പറയുകയാണെങ്കിൽ 10 മണ്ഡലങ്ങളായിട്ട് ഋഗ്വേദ സംഹിതയെ തിരിച്ചിരിക്കുന്നു. There is also another division of the same Samhita into 8 sections called Ashtakaha. ഈ ഋഗ്വേദ സംഹിതയെ തന്നെ മറ്റൊരു രീതിയിൽ വിഭജിച്ചിരിക്കുന്നത് 8 അഷ്ടകങ്ങളായിട്ടാണ്. അട്ടങ്ങൾ എന്ന് സാധാരണ വേദജ്ഞർ പ്രയോഗിക്കുന്ന ഭാഷയാണ് അട്ടം എന്ന്. 8 അഷ്ടകങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. The Rig Samhita contains the earliest hymns of the Vedic literature which must have been composed before 3000 BC according to Lokmanya Tilak and many other Indian scholars, while MacDonald and other Western scholars assigned them to a period of about 1500 BC. അതായത് ഋഗ്വേദ സംഹിതയാണ് വൈദിക സാഹിത്യത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അത് 3000 BC ആണ് അതിൻ്റെ കാലഘട്ടമെന്നാണ് ലോകമാന്യ തിലകം അതുപോലെ മറ്റ് ചില ഇന്ത്യൻ സ്കോളേഴ്സും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ മാക്ഡൊണൽ പിന്നെ മറ്റ് ചില വെസ്റ്റേൺ സ്കോളേഴ്സ് 1500 BC ആണ് ഋഗ്വേദ സംഹിതയ്ക്ക് കാലം പറയുന്നത്. Originally, there were 5 recensions of the Rigveda Samhita, which were Shakala, Bashkala, Ashwalayana, Shankhayana and Mandukeya. അതായത് ഒരു വേദം എടുക്കുകയാണെങ്കിൽ അതിന് പല പല ശാഖകളുണ്ട്. ഇപ്പോൾ ഋഗ്വേദ സംഹിത എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് യജുർവേദ സംഹിത എടുക്കുകയാണെങ്കിൽ, യജുർവേദ സംഹിത യജുർവേദം തന്നെ കൃഷ്ണ യജുർവേദം പിന്നെ ശുക്ല യജുർവേദം എന്നിങ്ങനെ രണ്ടായിട്ടുണ്ട്.
അതിൽ ശുക്ലയജുർവേദം 2 ശാഖകളുണ്ട് ശുക്ലയജുർവേദത്തിന്. ഒന്ന് കാണ്വ ശാഖ, മറ്റേത് മാധ്യന്തിന ശാഖ എന്നിങ്ങനെ. അപ്പോൾ ഓരോ വേദം എടുക്കുകയാണെങ്കിലും അതിന് വ്യത്യസ്ത ശാഖകളുണ്ടായിരിക്കും. അപ്പോൾ ഋഗ്വേദത്തിൻ്റെ ശാഖകൾ എന്ന് പറയുന്നത് ശാകലം, ബാഷ്കലം, ആശ്വലായനം, ശാഖായനം, മാണ്ഡൂക്യേയം എന്നിങ്ങനെ 5 ശാഖകളാണ് ഋഗ്വേദത്തിനുള്ളത്. ഓഫ് ദീസ് ഓൺലി ദ ഫസ്റ്റ്, ദ സംഹിത ഓഫ് ദ ശാകല ശാഖ ഈസ് നൗ അവൈലബിൾ. ഋഗ്വേദ സംഹിത ശാകല ശാഖയുടെ ഋഗ്സംഹിതയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 2 ബ്രാഹ്മണാസ്, ദ ഐതരേയ ബ്രാഹ്മണ ആൻഡ് കൗശീതകി ബ്രാഹ്മണ, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ശാഖായന ബ്രാഹ്മണ, ആർ അറ്റാച്ച്ഡ് ടു ദ ഋഗ്വേദ. ഇതിന് മുമ്പ് പറഞ്ഞു വേദത്തിനെ സംഹിതാഭാഗം, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നിങ്ങനെ 4 തിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഋഗ്വേദത്തിന് സംഹിതകളുണ്ട്, ബ്രാഹ്മണങ്ങളുണ്ട്, ആരണ്യകങ്ങളുണ്ട്, ഉപനിഷത്തുണ്ട് എന്ന് പറയാം. അപ്പോൾ സംഹിത എന്ന് പറയുമ്പോൾ ശാകല ശാഖയിലുള്ള സംഹിത മാത്രമാണ് ഇപ്പോൾ ലഭ്യമായത് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഐതരേയ ബ്രാഹ്മണ ആൻഡ് കൗശീതകി ബ്രാഹ്മണ. ഈ കൗശീതകി ബ്രാഹ്മണത്തിന് തന്നെയാണ് ശാഖായന ബ്രാഹ്മണം എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഋഗ്വേദത്തിൻ്റെ 2 ബ്രാഹ്മണങ്ങളാണ് ഐതരേയ ബ്രാഹ്മണവും കൗശീതകി ബ്രാഹ്മണവും എന്ന് മനസ്സിലാക്കാം. The former consists of 40 chapters while the latter has only 30 chapters. ഐതരേയ ബ്രാഹ്മണത്തിൽ 40 അധ്യായങ്ങളുണ്ട്. പിന്നെ കൗശീതകി ബ്രാഹ്മണത്തിൽ 30 അധ്യായങ്ങളാണ് ഉള്ളത്. The Aitareya Aranyakam of 18 chapters is attached to the Aitareya Brahmanam, and the Aitareya Upanishad forms the last part of this Aranyakam. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഋഗ്വേദത്തിന് ആരണ്യകവും ഉപനിഷത്തും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഐതരേയ ആരണ്യകം ഋഗ്വേദത്തിൻ്റെ ആരണ്യകമാണ്. അത് അദ്ദേഹം പറയുന്നു ഐതരേയ ബ്രാഹ്മണത്തിൻ്റെ അവസാന ഭാഗത്താണ് ഉള്ളത്. അതിൽ 18 അധ്യായങ്ങളാണുള്ളത് ഐതരേയ ആരണ്യകത്തിലെന്ന് പറയുന്നു. പിന്നെ ഐതരേയ ആരണ്യകത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ എന്തുണ്ട്? ഐതരേയ ഉപനിഷത്തുണ്ട് എന്നും പറയുന്നു. To the Kaushitaki Brahmana is attached to the Kaushitaki Aranyaka of 15 chapters, which includes the Kaushitaki Upanishad. അതുപോലെ കൗശീതകി ബ്രാഹ്മണത്തിൻ്റെ അവസാന പാർട്ടിലായിട്ട് കൗശീതകി ആരണ്യകമുണ്ട്. അതിൽ 15 അധ്യായങ്ങളുണ്ട്. അതുപോലെ അതിൽ കൗശീതകി ഉപനിഷത്ത് കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ ഋഗ്വേദത്തിനെ പറ്റി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഋഗ്വേദത്തിന് 5 ശാഖകളുണ്ട്. ശാകലം, ബാഷ്കലം, ആശ്വലായനം, ശാഖായനം, മാണ്ഡൂകായനം. ഇതിൽ ശാകല ശാഖയിലുള്ള ഋഗ്സംഹിതയാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. പിന്നെ ഐതരേയ ബ്രാഹ്മണം, കൗശീതകി ബ്രാഹ്മണം, ഇത് ഋഗ്വേദത്തിൻ്റെ ബ്രാഹ്മണങ്ങളാണ്. അതുപോലെ ഐതരേയ ആരണ്യകം, കൗശീതകി, ഐതരേയ ബ്രാഹ്മണം, ഐതരേയ ഉപനിഷത്ത് ഇതും ഋഗ്വേദത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ കൗശീതകി ബ്രാഹ്മണം, കൗശീതകി ഉപനിഷത്ത് ഇതും ഋഗ്വേദത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഈ ടെക്സ്റ്റ് പ്രകാരം പറയുന്നത്. അടുത്തത് സാമവേദമാണ്. സാമവേദ. The Samaveda is closely connected with the Rigveda since the major portion of it consists of rigs taken from the Rigveda, chiefly from the 8th and 9th mandalas. അതായത് സാമവേദത്തിലെ മന്ത്രങ്ങൾ, മേജർ പോർഷൻസ്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഭാഗങ്ങളൊക്കെ ഋഗ്വേദത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗങ്ങളാണ്. അത് ഋഗ്വേദത്തിലെ 8ാം മണ്ഡലത്തിൽ നിന്നും 9ാം മണ്ഡലത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഭാഗങ്ങളാണ് സാമവേദത്തിലുള്ളത്. ഔട്ട് ഓഫ് എ ടോട്ടൽ ഓഫ് 1549 സ്റ്റാൻസസ് ഓൺലി 75 ആർ ന്യൂ. അതായത് 1549 സ്റ്റാൻസകൾ ഉള്ളതിൽ നിന്ന്, ഋക്കുകളുള്ളതിൽ നിന്ന് 75 പുതിയതായിട്ട് സാമവേദത്തിലുള്ളത്.
ഓൾ അതേഴ്സ് ആർ ഫ്രം ദ ഋഗ്വേദ. ബാക്കിയെല്ലാം ഋഗ്വേദത്തിൽ നിന്നുള്ളതാണ്. ദീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 2 ബുക്സ് കോൾഡ് ആർച്ചികാസ്, ദ പൂർവാർച്ചികം ആൻഡ് ഉത്തരാർച്ചികം. അതായത് സാമവേദത്തിനെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്, പൂർവാർച്ചികമെന്നും ഉത്തരാർച്ചികമെന്നും. അപ്പോൾ ഈ 1549 ഋക്കുകൾ ഈ പൂർവാർച്ചികത്തിലും ഉത്തരാർച്ചികത്തിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. The verses in Samaveda differ from those of the Rigveda only in the way of marking the accent. അതായത് ചൊല്ലുന്നതിനുള്ള വ്യത്യാസമാണ് ഋഗ്മന്ത്രങ്ങളിൽ നിന്നും സാമമന്ത്രങ്ങളെ വ്യത്യസ്തപ്പെടുത്തുന്നത്. These are intended to be sung by the Udgadra priests at the Somayaga. അതായത് സോമയാഗത്തിൽ ഉദ്ഗാത എന്നൊരു ഋത്വിക്കുണ്ട്. ആ ഋത്വിക്കാണ് ഈ സാമമന്ത്രങ്ങളെ ഗാനം ചെയ്യുന്നത് സോമയാഗത്തിൽ. ദീസ് സ്റ്റാൻസാസ് അസ്യൂം ദെയർ പ്രോപ്പർ ക്യാരക്ടർ ഓഫ് മ്യൂസിക്കൽ സാമൻസ് ഓൺലി ഇൻ ദ വാരിയസ് സോങ് ബുക്സ് കോൾഡ് ഗാനാസ്. These books give the rules for prolongation, repetition and interpolation of syllables necessary in singing. അതായത് ഈ സാമവേദത്തിലെ മന്ത്രങ്ങൾ സംഗീതാത്മകമാണ്. അപ്പോൾ സാമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സാമവേദ മന്ത്രങ്ങളെയാണ്. അവ എങ്ങനെ പാടണം, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ആലപിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഗാനം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ. അതായത് വേറൊന്നുമല്ല, ഈ സാമവേദത്തിൽ തന്നെ ഇതെങ്ങനെയാണ് ആലപിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാണ്. അത് പറയുന്ന ഗ്രന്ഥങ്ങളെ ഗാനങ്ങളെന്ന് പറയുന്നു. സോങ് ബുക്സിനെ ഗാനങ്ങളെന്ന് പറയുന്നു.